നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ അജാമീളോപാഖ്യാനം എന്ന 22ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഃ വ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ തു നികൃന്ദതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഃ വ്രതാദയഃ പാപം പുനന്തി വാസനാം ന ലുനന്തി അനന്തസേവാതു ദ്വയീം നികൃന്ദതി ഇതി ഹേ പ്രഭോ ത്വത്പുരുഷാഃ ബഭാഷിരേ. അല്ലയോ പ്രഭോ, അങ്ങയുടെ കിങ്കരന്മാർ ഇപ്രകാരം യമ പാർഷദന്മാരോട് പറഞ്ഞു. വേദപുരാണങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്രതാചരണങ്ങൾ പാപത്തെ, കൽമഷത്തെ ഇല്ലാതാക്കുന്നു, പരിഹരിക്കുന്നു. പക്ഷേ പാപം ചെയ്യുവാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല. എന്നാൽ വിഷ്ണു സേവ ഇവ രണ്ടിനെയും നശിപ്പിക്കുന്നുവെന്ന് യമകിങ്കരന്മാരെ ഉപദേശിക്കുന്നു വിഷ്ണു പാർഷദന്മാർ. നമസ്തേ.